ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. അതിന് ഏറ്റവും വലിയ ഒരു തന്നെയാണ് സലാം പറയൽ. കണ്ടാൽ പരസ്പരം സലാം പറയൽ. എന്താണ് അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥം? അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, നന്മയുണ്ടാവട്ടെ. മറ്റുള്ള ആളുകൾക്ക് നന്മയുണ്ടാകട്ടെ, നന്മയ്ക്ക് വേണ്ടി കൊതിക്കുകയാണ് അല്ലേ? ആധുനിക ലോകത്ത് സ്വന്തം എനിക്ക് മാത്രം എന്നുള്ള മനുഷ്യൻ്റെ ഈ ചിന്തയെ, അല്ലെ മനുഷ്യൻ്റെ ആ സ്വഭാവത്തെ മാറ്റിമറിക്കുകയാണ്. നിങ്ങൾക്കുണ്ടാവട്ടെ, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് ഉന്നത ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് വിജയം ഉണ്ടാകട്ടെ അല്ലേ? സ്വാർത്ഥതയുടെ, അവനവൻ്റെ സ്വാർത്ഥതയുടെ ഒഴിച്ച് മറ്റുള്ളവർക്കുണ്ടാകട്ടെ എന്നുള്ള ആ ഒരു മനോഭാവം, അല്ലെങ്കിൽ ആ ഒരു ധ്വനി, അത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. അതാണ് ഇസ്ലാം സലാം. ഇസ്ലാം തന്നെ സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ശാന്തിയുടെ മതമാണ്. എന്നാൽ എല്ലാ കുറ്റകൃത്യങ്ങളിലും മുസ്ലിങ്ങൾ അകപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അവർ ഇസ്ലാമിനെ വേണ്ടതുപോലെ അറിയുന്നില്ല, പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. വെറും മുസ്ലിം എന്ന മുസ്ലിം എന്ന പേരുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് അറിയാനോ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനോ, ഇസ്ലാമിൻ്റെ തനതായ രീതിയും തനതായ ശൈലിയും മനസ്സിലാക്കാതെ അവർ അനാചാരത്തിൻ്റെയും അക്രമത്തിൻ്റെയും പിന്നിലൂടെ നടക്കുമ്പോൾ നാം മനസ്സിലാക്കണം, അവരുടേതല്ല, അവരുടെ രൂപമല്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതല്ല ഇസ്ലാം മനസ്സിലാകണമെങ്കിൽ ഇസ്ലാം എന്താണെന്ന് പഠിക്കണം, ആയങ്ങളിലേറി പഠിക്കണം. എന്നാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മതമാണ്. നന്മയേത് തിന്മയേത് വേർതിരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇസ്ലാം. സത്യമേത് അധർമ്മമേത് ധർമ്മമേത് എല്ലാം വേർതിരിച്ച് കാണിച്ച് പഠിപ്പിച്ച് തന്ന ഒരു മതമാണ് ഇസ്ലാം. ആ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കലും ഈ ലോകം തന്നെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതാണല്ലോ ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, ഉമറിൻ്റെ ഭരണം ഈ രാജ്യത്ത് നമുക്ക്, ഈ രാജ്യം ഉമറിൻ്റെ ഭരണം റളിയല്ലാഹു കൊണ്ടുവരണം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് എന്താ? ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം എന്താണോ ആ തനതായ രൂപത്തിൽ, ഇസ്ലാം എന്താണോ അതേ ഭരണം അപ്പടി പ്രവർത്തിച്ചു കാണിച്ചു സമൂഹത്തിൽ. അപ്പോൾ സമൂഹത്തിൽ അക്രമമില്ല, അനാചാരങ്ങളില്ല, പ്രശ്നങ്ങളില്ല. ഇതെന്ത് പ്രശ്നങ്ങൾ വരുന്നത്? ഈ ഇസ്ലാം ദീൻ, ഈ നിയമങ്ങൾ മനുഷ്യർ കൈയേറുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും എല്ലാം വരുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ നാം വേണ്ടതുപോലെ പഠിക്കണം, ആ പഠിച്ചനുസരിച്ച് പ്രവർത്തിക്കണം. എന്നാൽ നമുക്കും നമ്മുടെ അയൽവാസികൾക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സന്തോഷമുള്ളൊരു ജീവിതമാവും എന്ന് മാത്രമല്ല, ശാന്തിയും സമാധാനവും ആയിരിക്കും. എവിടെയും പ്രശ്നങ്ങളും കലഹങ്ങളും ഇല്ലാതിരിക്കും.